ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ദ ടൂത്ത് ആൻഡ് ദി നെയിൽ എന്ന കൊറിയൻ മർഡർ മിസ്റ്ററി മൂവിയാണ്. സിനിമയുടെ കഥ ഒരു കൊലപാതകത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണമാണ്. ആരാണ് മരണപ്പെട്ടതെന്നും ആരാണ് കൊലയാളിയുമെന്ന് വ്യക്തമല്ലാത്ത ഒരു കൊലപാതകം. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. മജീഷ്യനായ നായകനെയും അയാളുടെ പ്രണയത്തെയും ഒരു വശത്ത് കാണിക്കുന്നു. മറ്റൊരു വശത്ത് ഒരു കേസ് അന്വേഷണവും അതിന്റെ വിസ്താരവും കാണിക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങൾ എങ്ങനെ ഒത്തുചേരുന്നു? ഒരു മജീഷ്യൻ മാജിക്കിലൂടെ എങ്ങനെ തന്റെ പ്രതികാരം നടപ്പിലാക്കുന്നു? ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റോടെ പറയുന്ന സിനിമയാണ് ദ ടൂത്ത് ആൻഡ് ദ നെയിൽ. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. സിനിമ തുടങ്ങുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയുള്ളൊരു രാത്രിയിൽ ഒരാൾ വീടിന് മുന്നിലായി നിൽക്കുന്നത് കാണിക്കുന്നു. അയാൾ കയ്യിലൊരു ബാഗുമായി വീടിനുള്ളിലേക്ക് കടക്കുന്നു. അയാളുടെ തലയ്ക്ക് പിന്നിലായി ആരോ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് കാണിക്കുന്നു. ഒരു വെടിയൊച്ചയുടെ ശബ്ദം അവിടെ വ്യാപിക്കുന്നു. അവിടെയുണ്ടായിരുന്ന നാട്ടുകാരിൽ ഒരാൾ വെടിയൊച്ചയുടെ ശബ്ദത്തെപ്പറ്റി പോലീസിനെ അറിയിക്കുന്നു. അവിടേക്കെത്തിയ പോലീസ് വീട്ടിനുള്ളിലേക്ക് കടന്ന് ആകമാനം അരിച്ചു പറക്കുന്നു. ബേസ്മെന്റിൽ നിന്നും വെട്ടിമാറ്റിയ നിലയിൽ അവർക്ക് ഒരു മനുഷ്യന്റെ വിരൽ കിട്ടുന്നു. സമീപത്തുള്ള ബോയിലറിൽ ഒരു ഡെഡ് ബോഡി കത്തിയ നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ സമയം അവിടേക്കൊരാൾ തോക്കുമായി നടന്നു വരുന്നു. അയാളുടെ ശരീരമാകമാനം ചോര പുരണ്ടിരുന്നു. അയാൾ തന്നെയാണ് കൊലയാളിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം കോടതിയിൽ നടക്കുന്ന വിസ്താരം കാണിക്കുന്നു. ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൊലയാളിക്കെതിരായി വാദിക്കുന്നു. ചായ് എന്നൊരു വ്യക്തിയാണ് ഇയാൾ കൊല ചെയ്തതെന്ന് വക്കീൽ പറയുന്നു. എന്നാൽ മൃതദേഹം കത്തിയ നിലയിലായിരുന്നു. ആകെ അവശേഷിച്ചത് മുറിച്ചുമാറ്റിയ നിലയിൽ കിട്ടിയ ആ വിരൽ മാത്രമാണ്. 1948 ഈ സംഭവം നടക്കുന്നത്. മരിച്ച ചായ് ആരാണെന്ന് വ്യക്തമല്ല. കൊലപാതകി എന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ കോടതിയിൽ ഒന്നും പറയുവാൻ തയ്യാറാകുന്നില്ല. ഈ സമയം 1945 നടന്ന മറ്റൊരു സംഭവം കാണിക്കുന്നു. ഒരു പെൺകുട്ടി വഴിയരികിലുള്ള ഒരു ഹോട്ടലിലേക്ക് കടക്കുന്നു. മുൻപരിചയമില്ലാത്ത ഒരാളിനോട് തനിക്ക് കുറച്ച് കാശ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവൾ യാത്ര ചെയ്തു വന്ന ടാക്സിക്ക് കൊടുക്കാനാണ് ആ കാശെന്ന് അവൾ പറയുന്നു. മുൻപരിചയമില്ലാത്ത നായകൻ നായികയ്ക്ക് കാശ് കൊടുക്കുന്നു. ധൃതിയിൽ പുറത്തേക്കെത്തിയ നായിക ടാക്സി ഡ്രൈവറിന് ആ കാശ് കൊടുക്കുന്നു. എന്നാൽ ടാക്സി ഡ്രൈവർ താൻ അത്ര നേരം വെയിറ്റ് ചെയ്തതിന് തനിക്ക് എക്സ്ട്രാ കാശ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. താൻ ആവശ്യപ്പെട്ട പണം കൊടുത്തില്ല എങ്കിൽ ലഗേജ് തിരികെ നൽകില്ല എന്ന് അയാൾ പറയുന്നു. അവിടേക്കെത്തിയ ഹീറോ ടാക്സി ഡ്രൈവറിന് കാശ് നൽകി അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. നായകൻ നായികയോട് അവളെ പറ്റി അന്വേഷിക്കുന്നു. എന്നാൽ നായിക അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയം നായകൻ അവൾക്ക് മുന്നിൽ ഒരു മാജിക് കാണിക്കുന്നു. നായകൻ നായികയോട് അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അന്വേഷിക്കുന്നു. അവൾ ഒരു അനാഥയാണ്, ജോലി തേടിയാണ് അവിടേക്ക് എത്തിയതെന്ന് നായകനോട് പറയുന്നു. ഹീറോ അവളെ തന്റെ മാജിക് പാർട്ണറായി കൂടെ കൂട്ടുന്നു. അവരുടെ ഷോ വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആകുവാൻ ആരംഭിക്കുന്നു. അവർ പല സ്ഥലങ്ങളിലായി മാറി മാറി ആ ഷോ അവതരിപ്പിക്കുവാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ അവർ പരസ്പരം വിവാഹിതരാകുന്നു. അവിടെ നിന്നും കോടതിയിൽ നടക്കുന്ന വിസ്താരം കാണിക്കുന്നു. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ വിരലിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഡോക്ടറിനോട് ചോദിച്ച് വക്കീൽ സ്ഥിരീകരിക്കുന്നു. അതൊരു എ ഗ്രൂപ്പ് ബ്ലഡ് ആണെന്ന് ഡോക്ടർ പറയുന്നു. കൊല നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ കോടാലി വക്കീൽ കാണിക്കുന്നു. കോടാലിയിൽ നിന്നും കിട്ടിയ ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. മരണപ്പെട്ട ചായയുടെ ബ്ലഡ് ഗ്രൂപ്പും എ ഗ്രൂപ്പ് ആണ്. അതിനാൽ മരണപ്പെട്ടത് ചായ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കണമെന്ന് വക്കീൽ കോടതിയോട് ആവശ്യപ്പെടുന്നു. ഈ സമയം എതിർഭാഗം വക്കീൽ വാദിക്കുവാനായി എത്തുന്നു. എതിർഭാഗം വക്കീൽ ഡോക്ടറിനോട് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുന്നു. ഡോക്ടർ തന്റേതും എ ഗ്രൂപ്പ് ബ്ലഡ് ആണെന്ന് പറയുന്നു. നിരവധി പേർക്കുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് മാത്രം മരിച്ചത് ചായയാണെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിയില്ല എന്ന് വക്കീൽ പറയുന്നു. വീണ്ടും 1945 നടക്കുന്ന സംഭവം കാണിക്കുന്നു. നായകൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നായിക ആരോടോ സംസാരിക്കുന്നതായി കാണുന്നു. താൻ ആരോടാണ് സംസാരിച്ചു നിന്നതെന്ന് നായകൻ നായികയോട് ചോദിക്കുന്നു. ഒരു യാത്രക്കാരി പേഴ്സ് നഷ്ടപ്പെടുത്തി, അതെടുത്തു കൊടുത്തതാണെന്ന് നായിക മറുപടി പറയുന്നു. അവർ മറ്റൊരു സ്ഥലത്തേക്ക് ഷോ അവതരിപ്പിക്കുവാനായി യാത്ര തുടങ്ങുന്നു. ഹീറോയിൻ എന്തോ ടെൻഷനിലാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അവൻ അവളുടെ കൈ ചേർത്ത് പിടിക്കുന്നു. നിന്റെ ഒപ്പം ഞാനില്ലേ എന്ന് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അവർ അടുത്തതായി ഷോ നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് അവരുടെ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നു. ഈ സമയം അവിടേക്കെത്തിയ ഒരാൾ പോസ്റ്ററിൽ നിന്നും ഹീറോയിന്റെ പോർഷൻ മാത്രം കീറിയെടുക്കുന്നു. ഹോട്ടലിലേക്ക് എത്തിയ ഹീറോയ്ക്ക് റിസപ്ഷനിസ്റ്റ് ഒരു കത്ത് കൊടുക്കുന്നു. തന്റെ ഭാര്യയ്ക്ക് വന്ന കത്താണതെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു. മുറിയിലേക്ക് എത്തിയ ഹീറോ ആ ലെറ്റർ വായിച്ചു തുടങ്ങുന്നു. ഒക്കോമോട്ടോ എന്നൊരാളാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. കോപ്പർ പ്ലേറ്റ് നിന്റെ പക്കൽ ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ആ കത്തിൽ എഴുതിയിരിക്കുന്നു. രാത്രി 11 മണിക്ക് ശേഷം ഹോട്ടൽ ലോബിയിൽ നേരിൽ കാണാമെന്ന് കത്തിൽ എഴുതിയിരിക്കുന്നു. ഈ സമയം കട്ടിലിന് താഴെ തന്റെ കാലിലായി എന്തോ തട്ടുന്നു. അതെന്താണെന്ന് ഹീറോ എടുത്തു നോക്കുന്നു. ബാഗിനുള്ളിൽ നിന്നും ഹീറോയ്ക്ക് ഒരു പ്ലേറ്റ് കിട്ടുന്നു. കള്ളനോട്ട് അടിക്കുവാനായി ഉപയോഗിക്കുന്ന അച്ചാണ് അതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. മഷി പുരട്ടി നോക്കി ഹീറോ അത് ഉറപ്പുവരുത്തുന്നു. മുറിയിലേക്ക് എത്തിയ നായികയോട് ഹീറോ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു.
തനിക്കിതിനെപ്പറ്റി എങ്ങനെ പറയണമെന്ന് അറിയാത്തതിനാലാണ് പറയാതിരുന്നതെന്ന് നായിക പറയുന്നു. നായികയുടെ അമ്മാവനോട് ഒക്കോമോട്ടോ എന്നൊരാൾ ആവശ്യപ്പെട്ടാണ് അവർ ഈ അച്ച് നിർമ്മിച്ചത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മാവൻ മരണപ്പെട്ടു. അമ്മാവനെ തിരക്കിയെത്തിയ ഒക്കോമോട്ടോ ഒന്നും മിണ്ടാതെ തിരികെ പോകുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കുവാനായി ഡിറ്റക്റ്റീവ് ഏബ് എന്നൊരാൾ അവിടേക്ക് എത്തുന്നു. എന്നാൽ കേസ് അന്വേഷണത്തിനെത്തിയ ഡിറ്റക്റ്റീവ് അന്വേഷണത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. അയാളും നായികയോട് കോപ്പർ പ്ലേറ്റ് എവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ നായിക അമ്മാവൻ മറച്ചു വെച്ചിരുന്ന കോപ്പർ പ്ലേറ്റ് കണ്ടെത്തുന്നു. മറ്റാരുടെയും കയ്യിലേക്ക് കിട്ടാതിരിക്കുവാനാണ് അത് മറച്ചു വെച്ചതെന്ന് നായിക ഹീറോയോട് പറയുന്നു. ഹീറോ ഈ സമയം നായികയ്ക്ക് വന്ന ലെറ്റർ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കത്തിലെ ഒക്കോമോട്ടോ എന്ന പേര് കണ്ട് അവൾ ഞെട്ടുന്നു. അവളെ ഉറപ്പായും അയാൾ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നു. ഹീറോ 11 മണിക്ക് ഒക്കോമോട്ടോയെ കാണുവാനായി ലോബിയിലേക്ക് എത്തുന്നു. ഈ സമയം ഹോട്ടലിന്റെ മുകളിൽ നിന്നും ആരോ താഴേക്ക് വീഴുന്നു. അവിടേക്കെത്തിയ ഹീറോയ്ക്ക് അത് നായികയാണെന്ന് മനസ്സിലാകുന്നു. അധികം വൈകാതെ തന്നെ നായിക മരണപ്പെടുന്നു. തന്റെ ഭാര്യ ഒക്കോമോട്ടോയാണ് കൊന്നിരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. നായികയുടെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന വിവരം ഹീറോ അറിയുന്നത്. ഏത് വിധേനയും ഒക്കോമോട്ടോയെ കണ്ടെത്തി തന്റെ പ്രതികാരം നടപ്പിലാക്കണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. എന്നാൽ നായിക പറഞ്ഞ കാര്യങ്ങളിൽ ഒക്കോമോട്ടോ എന്നൊരു പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പേര് വെച്ച് മാത്രം ആളിനെ കണ്ടെത്തുവാൻ അത്ര എളുപ്പം കഴിയില്ല. എന്നാൽ നായിക പറഞ്ഞ പേരുകളിൽ ഡിറ്റക്റ്റീവിനെ കണ്ടെത്തുന്നത് എളുപ്പമായിരിക്കുമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് ഡിറ്റക്റ്റീവ് ഏബിനെ അന്വേഷിച്ച് ഹീറോ പോകുന്നു. ഹീറോ ഡിറ്റക്റ്റീവ് ഏബിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസ് ഹീറോയെ പിടികൂടുന്നു. ഹീറോയെ കൂട്ടി അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഹീറോ എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് അവർ അന്വേഷിക്കുന്നു. താൻ ഒക്കോമോട്ടോയെ കണ്ടെത്തി കൊല ചെയ്യുവാനാണ് അവിടേക്ക് വന്നതെന്ന് ഹീറോ പറയുന്നു. ഇത് കേൾക്കുന്ന ഡിറ്റക്റ്റീവ് ചിരിക്കുന്നു. ഒക്കോമോട്ടോയെ ഇതുവരെ ആരും നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ അവർക്കറിയാവുന്ന ചില ക്ലൂകൾ ഉണ്ടെന്ന് ഡിറ്റക്റ്റീവ് പറയുന്നു. ഒക്കോമോട്ടോ ജനിച്ചത് കൊറിയയിലാണ്. എന്നാൽ അയാൾക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് തുടങ്ങിയ മറ്റു ഭാഷകൾ സംസാരിക്കുവാൻ അറിയാം. അയാളുടെ കൂടെ എപ്പോഴും ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഹീറോയ്ക്ക് തന്റെ തോക്ക് തിരികെ കൊടുക്കുന്നു. തിരികെ ഹോട്ടലിലേക്ക് എത്തിയ ഹീറോ തന്റെ രൂപവും ഭാവവും സംസാരവും മാറ്റുന്നു. കാരണം നായികയും ഹീറോയും ഒരുപാട് ഷോകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഹീറോ ആരാണെന്ന് ഒക്കോമോട്ടോ എളുപ്പത്തിൽ കണ്ടെത്തും. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കുവാനാണ് ഹീറോ സ്വയം മാറ്റങ്ങൾ വരുത്തുന്നത്. തന്റെ പേരും ഐഡന്റിറ്റിയും മാറ്റി ഹീറോ ഒരു ടാക്സി ഡ്രൈവറായി മാറുന്നു. ഒക്കോമോട്ടോ എന്ന വ്യക്തിയുടെ കൈവശം ഒരുപാട് കള്ളനോട്ടുണ്ട്. അതിനാൽ ഉറപ്പായും അയാൾ ഒരു പണക്കാരന്റെ ജീവിതമായിരിക്കും ജീവിക്കുന്നത്. ഹീറോ ബാറുകളും ചൂതാട്ട കേന്ദ്രങ്ങളും ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുന്നു. ഹീറോ ടാക്സിയിൽ ഇംഗ്ലീഷിലും സ്പാനിഷിലും ചില വരികൾ എഴുതിയിരിക്കുന്നു. കാരണം ഒക്കോമോട്ടോയ്ക്ക് ഇംഗ്ലീഷും സ്പാനിഷും വളരെ നന്നായി അറിയാമായിരുന്നു. തന്റെ കാറിൽ കയറുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും അത് വായിക്കുവാൻ ഹീറോ ആവശ്യപ്പെടാറുണ്ട്. കൂടാതെ കസ്റ്റമേഴ്സ് തനിക്ക് കൊടുക്കുന്ന നോട്ടുകൾ ഹീറോ കത്തിച്ചു നോക്കാറുണ്ട്. കാരണം കള്ളനോട്ടുകൾ കത്തിച്ചാൽ തീനാളം പച്ച നിറത്തിലായി മാറും. എന്നാൽ പല വഴികളിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് ഒക്കോമോട്ടോയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം രാത്രിയിൽ ഹീറോയുടെ കാറിലേക്ക് ഒരാൾ കയറുന്നു. യാത്രക്കിടയിൽ അയാൾ ഇംഗ്ലീഷിലും സ്പാനിഷിലും എഴുതിയിരിക്കുന്ന ആ വരികൾ വായിക്കുന്നു. ഹീറോ അയാൾ ഒരു കൊറിയൻകാരനാണെന്ന് ഉറപ്പുവരുത്തുന്നു. പതിയെ പതിയെ ഹീറോയ്ക്ക് അയാളുടെ മേൽ ഒരു സംശയം തോന്നുന്നു. അയാളെ ഒരു ക്ലബിലേക്ക് വിട്ട ശേഷം ഹീറോ അയാൾ കൊടുത്ത കറൻസി കത്തിച്ചു നോക്കുന്നു. ആ നോട്ടിന്റെ തീനാളം പച്ച നിറത്തിലേക്കായി മാറുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നു. ഹീറോ അയാളെ പിന്തുടർന്ന് ക്ലബിനുള്ളിലേക്ക് കടക്കുന്നു. അയാളെ കാണുവാൻ അവിടേക്ക് ഒരു സ്ത്രീ എത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നായികയ്ക്കൊപ്പം കണ്ട സ്ത്രീയാണതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. കൂടാതെ ഒക്കോമോട്ടോയ്ക്കൊപ്പം എപ്പോഴും ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് ഡിറ്റക്റ്റീവ് വേവ് പറഞ്ഞിരുന്നു. ഡിറ്റക്റ്റീവ് വേവ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ഹീറോ തിരികെ തന്റെ കാറിലേക്ക് പോയി തോക്കെടുക്കുന്നു. ഈ സമയം വെയിറ്റർ ഒരു പെൺകുട്ടിയെ ആ കാറിലേക്ക് കയറ്റി ഇരുത്തുന്നു. തൊട്ടു പിന്നാലെ ഒക്കോമോട്ടോ എന്ന് സംശയിക്കുന്ന വ്യക്തിയും കാറിന്റെ അടുത്തേക്ക് വരുന്നു. ഹീറോ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുവാനായി തയ്യാറെടുക്കുന്നു. എന്നാൽ അടുത്ത നാൾ ഹീറോയും ഒക്കോമോട്ടോയും സംസാരിക്കുന്നതായി കാണിക്കുന്നു. ഹീറോ ഒക്കോമോട്ടോയോട് തനിക്കൊരു ജോലി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ബാറിൽ നിന്നും വരുന്ന വഴി തനിക്കൊരു ജോലി നൽകാമെന്ന് അയാൾ പറഞ്ഞുവെന്ന് ഹീറോ പറയുന്നു. മദ്യലഹരിയിൽ താൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഒക്കോമോട്ടോ വിശ്വസിക്കുന്നു. അയാൾ ഹീറോയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറയുന്നു. ഹീറോ അയാളോട് പേരെന്താണെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അയാൾ മറ്റൊരു പേരാണ് പറയുന്നത്. ഒക്കോമോട്ടോ എന്നത് അയാളുടെ രഹസ്യമായ പേരാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അയാൾ ഹീറോയോട് പേരെന്താണെന്ന് അന്വേഷിക്കുന്നു. ഹീറോ തന്റെ പേര് ചായ് എന്നാണെന്ന് പറയുന്നു. ഈ സമയം കോടതിയിലെ വിചാരണ കാണിക്കുന്നു. കൊലയാളി എന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ മുഖം കാണിക്കുന്നു. അത് ഒക്കോമോട്ടോയാണെന്ന് വ്യക്തമാകുന്നു. ചായ് എന്നൊരു വ്യക്തിയെ കൊന്നതിനാണ് ഒക്കോമോട്ടോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ കൊലപാതകം എങ്ങനെ നടന്നു എന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ സമയം ഒക്കോമോട്ടോയുടെ ഒപ്പം ജോലിക്ക് കയറിയ ഹീറോയെ കാണിക്കുന്നു. ഒക്കോമോട്ടോയെ കൊല്ലുവാനുള്ള പ്ലാൻ തയ്യാറാക്കിയാണ് ഹീറോ അവിടേക്ക് ജോലിക്ക് കയറിയിരിക്കുന്നത്. ഹീറോ ഒക്കോമോട്ടോയുടെ വീട്ടിൽ തന്നെ താമസിച്ചാണ് ജോലി ചെയ്യുന്നത്. അയാൾ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് അറിയുവാനായി ഹീറോ നിലത്ത് കുഴികൾ ഉണ്ടാക്കി അയാളെ നിരീക്ഷിക്കുന്നു.
ഒക്കമോട്ടോ കള്ളനോട്ടുകൾ അടിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റിന്റെ തലവനെ കാണുവാനായി എത്തുന്നു. അവിടെ ഒക്കമോട്ടോയ്ക്കൊപ്പം ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പ്രിന്റിംഗ് യൂണിറ്റിൽ നിന്നും പണം അവർ പ്രിന്റ് ചെയ്യുന്നു. ഈ പെൺകുട്ടി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒക്കമോട്ടോ തിരികെ വീട്ടിലേക്ക് എത്തുന്നു. ജോലിക്കാരി അവിടേക്ക് എത്തി ഒക്കമോട്ടോ എന്നൊരു വ്യക്തി വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾ ഞെട്ടുന്നു. ഒക്കമോട്ടോ എന്ന തന്റെ രഹസ്യമായ പേര് ആരോ കണ്ടെത്തിയിരിക്കുന്നു. ഈ വിവരം ഒക്കമോട്ടോ ആ പെൺകുട്ടിയെ അറിയിക്കുന്നു. ഉടൻ തന്നെ തനിക്ക് ആ നാട്ടിൽ നിന്നും പോകണം. ആ കോപ്പർ പ്ലേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ പ്രിന്റിംഗ് യൂണിറ്റിൽ നിന്നും തിരികെ വാങ്ങണമെന്ന് അയാൾ ആ പെൺകുട്ടിയോട് പറയുന്നു. എന്നാൽ പ്രിന്റിംഗ് യൂണിറ്റിൽ നിന്നും അത് തിരികെ വാങ്ങുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. ആ പെൺകുട്ടി മറ്റൊരു കാര്യം ചോദിക്കുന്നു. താൻ ഒക്കമോട്ടോ ആണെന്ന് ആരോ കണ്ടെത്തിയിരിക്കുന്നു. അത് ആരാണെന്ന് കണ്ടെത്താതെ താൻ നാടുവിട്ടാലും പിടിക്കപ്പെടും. തന്റെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വന്നിരിക്കുന്ന ആരോ ആണ് അതെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഒക്കമോട്ടോയ്ക്ക് ഹീറോയെ സംശയം തോന്നി തുടങ്ങുന്നു. കാരണം സമീപകാലത്ത് ആ വീട്ടിലേക്ക് പുതുതായി എത്തിയത് ഹീറോയാണ്. ഒക്കമോട്ടോ ഹീറോയെ റൂമിലേക്ക് വിളിക്കുന്നു. താൻ ചില കാര്യങ്ങൾക്കായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് ഒക്കമോട്ടോ പറയുന്നു. അതിനാൽ കാർ സർവീസിന് കൊടുക്കുവാൻ ഹീറോയോട് ആവശ്യപ്പെടുന്നു. ഹീറോ വീട് വിട്ടു പോയതും ഒക്കമോട്ടോ ഹീറോയുടെ മുറിയിലേക്ക് എത്തുന്നു. ശേഷം അവിടെ ആകമാനം പരിശോധിക്കുന്നു. ഈ സമയം അയാളുടെ കൈതട്ടി ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് വീഴുന്നു. അയാൾ അത് തുടച്ചു വൃത്തിയാക്കുന്നു. ശേഷം മുറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ഒക്കമോട്ടോ തന്റെ മുറിയിലേക്ക് തിരിച്ചെത്തുന്നു. അല്പസമയത്തിനുള്ളിൽ മുകളിൽ നിന്നും വെള്ളം തുള്ളിത്തുള്ളിയായി വീഴുവാൻ ആരംഭിക്കുന്നു. സംശയം തോന്നി ഹീറോയുടെ മുറിയിലേക്ക് എത്തിയ അയാൾ ഹോളുകൾ കണ്ടെത്തുന്നു. ഹീറോ ആണ് എല്ലാത്തിനും കാരണമെന്ന് ഒക്കമോട്ടോയ്ക്ക് മനസ്സിലാകുന്നു. ഒക്കമോട്ടോ തന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുവാനായി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഒക്കമോട്ടോ പ്രിന്റിംഗ് യൂണിറ്റിൽ വിളിച്ച് കോപ്പർ പ്ലേറ്റ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ശബ്ദം മാറ്റി പറയുന്നു. ഇത് കേട്ട് ടെൻഷനാകുന്ന അയാൾ ആ പെൺകുട്ടിയെ വിളിക്കുന്നു. ഈ സമയം മുറിയിൽ ഒക്കമോട്ടോയും ഉണ്ടെന്ന് വ്യക്തമാകുന്നു. കോപ്പർ പ്ലേറ്റ് ആ പെൺകുട്ടിയുടെ കൈവശമാണെന്ന് ഒക്കമോട്ടോയ്ക്ക് മനസ്സിലാകുന്നു. ഈ സമയം ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചാൽ ചായയെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഹീറോയെ വിളിച്ച് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടത് ആ പെൺകുട്ടിയായിരുന്നു. എന്താ മജീഷ്യൻ, തനിക്ക് സുഖമാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഹീറോ ഞെട്ടുന്നു. പെൺകുട്ടി കോപ്പർ പ്ലേറ്റ് ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഈ കോപ്പർ പ്ലേറ്റ് തന്റെ പക്കലുണ്ടെങ്കിൽ ഹീറോയെ തേടി ഒക്കമോട്ടോ വരുമെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഒക്കമോട്ടോ തന്റെ കാമുകനല്ലേ, പിന്നെ എന്തിനാണ് ചതിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. ഒക്കമോട്ടോയുടെ കാമുകി ഞാനല്ല, മരിച്ചുപോയ നിന്റെ ഭാര്യയാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഒക്കമോട്ടോയും നായികയും ചേർന്നായിരുന്നു കള്ളനോട്ടിന്റെ ബിസിനസ് ചെയ്തിരുന്നത്. അത്യാഗ്രഹം കാരണം നായിക കോപ്പർ പ്ലേറ്റ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. തന്നെ അവൾ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ആ പെൺകുട്ടി ഹീറോയോട് പറയുന്നു. മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞ് ഒക്കമോട്ടോയുടേതായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോ ഞെട്ടുന്നു. അവൾ പറഞ്ഞ കഥയിൽ ഏബ് എന്ന ഡിറ്റക്റ്റീവ് മാത്രമായിരുന്നു സത്യം. അവൾ തന്റെ കൈവശം ഒരു ലെറ്റർ കൊടുത്തിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്നത് പോലും ഇപ്പോഴും ഒക്കമോട്ടോയാണ് സ്നേഹിക്കുന്നത് എന്നായിരുന്നു. ഹീറോ ഒക്കമോട്ടോയെ തേടി പുറത്തേക്ക് പോകുന്നു. ഈ സമയം ഒക്കമോട്ടോ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഒക്കമോട്ടോ തന്റെ വീട്ടിലേക്ക് കടക്കുന്നു. അയാളുടെ തലയിലേക്ക് ഹീറോ ഗണ്ണ് ചൂണ്ടുന്നു. ഈ സമയം കോടതിയിൽ നടക്കുന്ന വിചാരണ കാണിക്കുന്നു. കൊലപാതകം നടന്നുവെന്ന് പോലീസിനെ അറിയിച്ച സാക്ഷിയെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നു. ആ സാക്ഷി ഹീറോ ആയിരുന്നു. ഹീറോ മരിച്ചു എന്ന രീതിയിലായിരുന്നു കേസ്. ആ കേസിന് സാക്ഷി പറയുവാൻ ഹീറോ തന്നെ വന്നിരിക്കുന്നു. അവിടേക്ക് എത്തിയ ഹീറോ തന്റെ യഥാർത്ഥ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. താൻ ഒരു മജീഷ്യൻ ആണെന്ന് പറയുന്നു. ഹീറോ കൊലപാതകം നേരിൽ കണ്ടു എന്ന് സാക്ഷി പറയുന്നു. ഇത് കാണുന്ന ഒക്കമോട്ടോ ടെൻഷനിലാകുന്നു. ഹീറോയെ മജീഷ്യന്റെ രൂപത്തിൽ കാണുമ്പോഴാണ് നായികയോടൊപ്പം ഉണ്ടായിരുന്നത് ഹീറോ ആണെന്ന് ഒക്കമോട്ടോയ്ക്ക് മനസ്സിലാകുന്നത്. തന്നോട് പ്രതികാരം ചെയ്യുവാനാണ് ഹീറോ ഡ്രൈവർ വേഷത്തിൽ വീട്ടിലേക്ക് എത്തിയതെന്ന് ഒക്കമോട്ടോയ്ക്ക് മനസ്സിലാകുന്നു. ആയിരിക്കുന്ന മജീഷ്യനാണ് എന്റെ വീട്ടിൽ ചായ് എന്ന പേരിൽ ജോലി ചെയ്തിരുന്നതെന്ന് ഒക്കമോട്ടോ ഉറക്കെ നിലവിളിച്ച് പറയുന്നു. അവനെ കൊന്നു എന്ന പേരിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒക്കമോട്ടോ പറയുന്നു. എന്നാൽ ഒക്കമോട്ടോ പറയുന്നത് ആരും തന്നെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ സമയം രാത്രിയിൽ വീട്ടിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. ഒക്കമോട്ടോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന നായകൻ പെട്ടെന്ന് നായകന്റെ മുഖത്തേക്ക് മിന്നലടിക്കുന്നു. ഒക്കമോട്ടോ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് നായകനെ കുത്തുന്നു. ഒക്കമോട്ടോ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴേക്ക് വെക്കുന്നു. ബാഗിനുള്ളിൽ പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉടമസ്ഥനെ കഷ്ണങ്ങളായി വെട്ടിവെച്ചിരിക്കുന്നു. ഈ സമയം അവിടെ കറണ്ട് പോകുന്നു. കറണ്ട് പോയ ഗ്യാപ്പിൽ ഹീറോ ഒക്കമോട്ടോയെ ആക്രമിക്കുന്നു. ശേഷം ബാഗിലുണ്ടായിരുന്ന രക്തമെടുത്ത് കോടാലിയിൽ പുരട്ടുന്നു. രക്തം വെള്ളത്തിൽ കലർത്തി അവിടെയെല്ലാം ഒഴിക്കുന്നു. ശേഷം ബാഗിലുണ്ടായിരുന്ന ഡെഡ് ബോഡി ബോയിലറിലേക്ക് എടുത്തിരുന്നു. ചായ് എന്ന ഇല്ലാത്തൊരാളുടെ ഒക്കമോട്ടോ കൊന്നുവെന്ന് ഹീറോ വരുത്തി തീർക്കുന്നു. ഹീറോയുടെ സാക്ഷിമൊഴിയിൽ കോടതി ഒക്കമോട്ടോയെ ശിക്ഷിക്കുന്നു. തന്റെ അടുത്ത ഷോയ്ക്ക് തയ്യാറാകുന്ന ഹീറോയെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.